9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ 2 ഇക്വേഷൻസ് എന്നുള്ള പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പാർട്ടിലുള്ള ക്വസ്റ്റ്യനകത്തുനിന്ന് നമുക്ക് വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് 2 ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks ഈസ് 110 rupees. The price of 2 pens and 5 notebooks is 170 rupees. What is the price of a pen and a notebook? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 2 പേനക്കും 3 നോട്ട്ബുക്കിനും കൂടെ 110 rupees ആണ്. 2 പേനക്കും 5 നോട്ട്ബുക്കിനും കൂടെ 170 rupees ആണ്. എങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെയും ഒരു പേനയുടെയും പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ പ്രൈസും നമുക്കറിയില്ല. ഒന്ന് എക്സും അടുത്തത് വൈയും ആക്കി എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് ഒരു പേനയുടെ പ്രൈസ് എക്സും ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസ് വൈയും ആക്കി എടുക്കാം. ഇനി തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ദ പ്രൈസ് ഓഫ് 2 pens and 3 notebook. ഒരു പേനയുടെ പ്രൈസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ 2 പേനൻ്റെ പ്രൈസ് എന്തായിരിക്കും? 2x ആയിരിക്കുമല്ലോ. അപ്പോൾ 2 പേനൻ്റെ പ്രൈസ് 2xും പിന്നെ 3 നോട്ട്ബുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസ് വൈ ആണെന്നുണ്ടെങ്കിൽ 3 നോട്ട്ബുക്കിൻ്റെ പ്രൈസ് 3 × y. ഇത് രണ്ടും കൂടെ എത്രയായത്? 110 rupees ആണ്. 110 rupees. സോ ഫസ്റ്റത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത് എന്താ തന്നിട്ടുള്ളത്? ദ പ്രൈസ് ഓഫ് 2 pen. അപ്പോൾ 2 പേനയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2x പ്ലസ് 5 നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 5y is equal to 170 rupees. രണ്ടാമത്തെ ഇക്വേഷനുമായി. ഇനി ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇവിടെ നോക്കൂ, നമുക്ക് ഈ 2 ഇക്വേഷനകത്തും എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസുകൾ എന്താണ്? ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2, രണ്ടാമത്തെ ഇക്വേഷനകത്തും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2. ഇനി വൈയുടെ കോഎഫിഷ്യൻറ്റ് ഫസ്റ്റ് ഇക്വേഷനകത്ത് 3, രണ്ടാമത്തെ ഇക്വേഷനകത്ത് 5. ഇവിടെ എക്സിനാണോ വൈക്കാണോ കോഎഫിഷ്യൻറ്റ് രണ്ടും സെയിം ആയിട്ടുള്ളത്? 2 ഇക്വേഷനകത്തും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ഇക്വേഷനകത്ത് 2 ആണ്. അപ്പോൾ 2 2 പോയി കഴിഞ്ഞാൽ 0 കിട്ടുമല്ലോ. അതേപോലെ തന്നെ 2x പോയി കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വേഷന് അടുത്ത ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2x എന്നുള്ള ടേം പോയി കിട്ടും. പിന്നെ y എന്നുള്ള ഒരു വേരിയബിൾ മാത്രമേ ആ ഇക്വേഷനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ 170 ആണ്, ഇവിടെ 110 ആണ്. അപ്പോൾ ഈ 170 നിന്ന് 110 കുറക്കുകയാണല്ലോ നമുക്ക് ഈസി. നേരെ മറിച്ച് നമ്മൾ 110 നിന്ന് 170 കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് നമ്പർ കിട്ടും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് പാടാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വലിയ നമ്പർ ഏതാ നോക്കുക. ഈ വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറക്കുന്ന രീതിയിൽ, അതായത് രണ്ടാമത്തെ ഇക്വേഷന് ഒന്നാമത്തെ ഇക്വേഷന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാല്യൂസും പോസിറ്റീവാണ് കിട്ടുക. അപ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2ന്ന് സബ്ട്രാക്ട് ഇക്വേഷൻ നമ്പർ 1 കുറക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സിൻ്റെ ടേമുകൾ കുറക്കണം. 2xന്ന് ഒന്നാമത്തെ ഇക്വേഷനിലെ 2xൻ്റെ ടേം പോയി കഴിഞ്ഞാൽ 0 കിട്ടും. പ്ലസ് ഈ രണ്ടാമത്തെ ഇക്വേഷനിലെ 5yൻ്റെ ടേമിന്ന് ഒന്നാമത്തെ ഇക്വേഷനത്തെ 3y പോയി കഴിഞ്ഞാൽ 2y കിട്ടും. ഇസ് ഈക്വൽ ടു 170ന്ന് 110 പോയി കഴിഞ്ഞാൽ 60യും കിട്ടും. സോ 2y is equal to 60 or y is equal to 60 divided by 2, that is equal to 30. y എന്ന് പറയുന്നത് നോട്ട്ബുക്കിൻ്റെ പ്രൈസ് 30 കിട്ടി. ഇനി ഈ എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ y is equal to 30 നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2x പ്ലസ് 3 × വൈയുടെ പൊസിഷനിൽ എന്ത് കൊടുക്കുക? 30 കൊടുക്കുക. ഇസ് ഈക്വൽ ടു 110. So 2x plus 3 × 30, 90 is equal to 110. So 2x is equal to 110. ഈ 90നെ റൈറ്റ് കൊടുക്കുമ്പോൾ -90. So 2x is equal to 110 നിന്ന് 90 പോയി കഴിഞ്ഞാൽ 20. x is equal to 20/2, that is equal to
10. എക്സ് എന്ന് പറയുന്നത് പേനയുടെ പ്രൈസ്, ഒരു പേനയുടെ പ്രൈസ്. Therefore ഒരു പേനയ്ക്ക് എത്ര രൂപയാണ്? 10 rupees. ആൻഡ് ഒരു നോട്ട്ബുക്കിനോ 30 rupees. അടുത്തതൊരു ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 12 കിടക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് 3 പെൻസിൽസ് ആൻഡ് 4 പെൻസ് ഈസ് 66 rupees ആൻഡ് ദ പ്രൈസ് ഓഫ് 6 പെൻസിൽസ് ആൻഡ് 3 പെൻസ് ഈസ് 72 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3 പെൻസിലിനും 4 പേനക്കും കൂടെ 66 രൂപയാണ്. അതേപോലെ 6 പെൻസിലിനും 3 പേനക്കും കൂടെ 72 രൂപയാണ്. എങ്കിൽ ഒരു പേനയുടെയും ഒരു പെൻസിലിൻ്റെയും പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പേനയുടെ പ്രൈസും പെൻസിലിൻ്റെ പ്രൈസും ആണ് കണ്ടുപിടിക്കാനുള്ളത്. പെൻസിലിൻ്റെ എക്സും പേനയുടെ വൈയും ആക്കിയെടുക്കാം. സോ പെൻസിലിൻ്റെ പ്രൈസ് എക്സും പേനയുടെ പ്രൈസ് വൈയും ആക്കിയെടുക്കാം. ഇനി തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? 3 പെൻസിൽ. അപ്പം 3 പെൻസിലിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? ഒരു പെൻസിലിൻ്റെ എക്സ് ആണെന്നുണ്ടെങ്കിൽ 3 പെൻസിലിൻ്റെ 3x. അതും 4 പേന, 4 പേനയുടെ പ്രൈസ്, ഒരു പേനയുടെ y ആണെന്നുണ്ടെങ്കിൽ 4 പേനയുടേത് 4y. ഇത് രണ്ടും കൂടെ എത്രക്കാണ് വാങ്ങിച്ചത്? 66 രൂപീസിനാണ്. ഇനി രണ്ടാമത് തന്നിട്ടുള്ളത് 6 പെൻസിൽ. അപ്പോൾ 6 ഇൻറ്റു ഒരു പെൻസിലിൻ്റെ എക്സ് ആണ്. അപ്പോൾ 6 പെൻസിലിൻ്റെ 6x പ്ലസ് 3 പേന, 3 പേനയുടെ പ്രൈസ് 3 ഇൻറ്റു ഒരു പേനയുടേത് y ഇസ് ഈക്വൽ ടു 72. ഇപ്പോൾ 2 ഇക്വേഷനായി. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അതായത് പെൻസിലിൻ്റെയും പേനയുടെയും പ്രൈസ് കിട്ടും. സോ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ നോക്കൂ, 2 ഇക്വേഷനകത്തും എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസുകൾ എന്താണ്? ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, രണ്ടാമത്തെ ഇക്വേഷനകത്ത് 6. ഇനി വൈയുടെ കോഎഫിഷ്യൻ്റോ? ഫസ്റ്റത്തേൽ 4, രണ്ടാമത്തേൽ 3. അപ്പോൾ ഇവിടെ കോഎഫിഷ്യൻസുകൾ ഡിഫറെൻ്റ് അല്ലേ? എക്സിൻ്റെ രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആണ്. വൈയുടെ കോഎഫിഷ്യൻ്റ് 2 ഇക്വേഷനകത്തും ഡിഫറെൻ്റ് ആണ്. നേരത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടും ഈക്വൽ ആയിരുന്നു. ഇനി ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് രണ്ടിനും ഈക്വൽ ആക്കണം. എന്നാലേ നമ്മൾ ഒരു ഇക്വേഷനിൽ നിന്ന് അടുത്ത ഇക്വേഷന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ വേരിയബിൾ മൊത്തം പോയി കിട്ടുള്ളൂ. എന്നിട്ട് ഒരു വേരിയബിളിൽ മാത്രമുള്ള ഒരു ഇക്വേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്നുകിൽ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ സെയിം ആക്കുക, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസുകൾ സെയിം ആക്കുക. ഇവിടെ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ സെയിം ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 6 ഉണ്ടല്ലോ, നമുക്ക് ഈ ഫസ്റ്റത്തെ ഇക്വേഷനകത്തുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 അല്ലേ? അപ്പോൾ ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ആയി കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെയും 6 ആവും. രണ്ടാമത്തെ ഇക്വേഷനകത്തുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും 6 ആവും. അപ്പോൾ നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്സ് കോഎഫിഷ്യൻറ്റിനെ മാത്രം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഇക്വേഷനെ മൊത്തം, അതായത് ഈ 3 ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ ഇതൊരു ഈക്വൽ ആയിട്ടുള്ള ഇക്വേഷനായി മാറുള്ളൂ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ സെയിം ആയി കിട്ടും. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് വൈയുടെ കോഎഫിഷ്യൻസുകളാണ് സെയിം ആക്കേണ്ടതെന്ന് വിചാരിച്ചോ. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വൈയുടെ കോഎഫിഷ്യൻസുകൾ സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1 4ഉം 1 3ഉം ആണ്. അപ്പോൾ നമ്മൾ ഈ 3നെ 4ക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം? 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും എന്തായി കിട്ടും? 12 ആയി കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് ഈക്വൽ ആക്കേണ്ടത് എങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 ഇക്വേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷനെ മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷനെ മൊത്തം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സെയിം ആക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 മൾട്ടിപ്ലൈഡ് ബൈ 2. ഫസ്റ്റത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3 ഇൻറ്റു 2 6x പ്ലസ് 2 ഇൻറ്റു y 8y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 66 132. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 കൂടെ ഇവിടുത്തെ എടുത്തെഴുതാം. 6x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 72. ഇക്വേഷൻ നമ്പർ 2.
ഇനി നമുക്ക് ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷൻ കുറക്കാം. എന്നാൽ നമുക്ക് ഈ ഇവിടെ 132 ബിഗർ നമ്പർ ആണല്ലോ, 132 72 പോയി കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടുക. ഇവിടെയും 8 3 പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യാം. എന്താ ആൻസർ കിട്ടുക നമുക്ക്? 6x 6x പോയി കഴിഞ്ഞാൽ 0 ആയി മാറും. 8y 3y പോയി കഴിഞ്ഞാൽ 5y ആയി മാറും. 132 72 പോയി കഴിഞ്ഞാൽ 60. സോ y is equal to 60 divided by 5, that is equal to 12. വൈയുടെ വാല്യൂ, പേനയുടെ പ്രൈസ് നമുക്ക് കിട്ടി. ഇനി പെൻസിലിൻ്റെ പ്രൈസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനകത്ത് y is equal to 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് കൊടുക്കാം. ഫസ്റ്റത്തെ ഇക്വേഷൻ അപ്പോൾ എന്തായി മാറും? 3 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു വൈയുടെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? 12 കൊടുക്കണം. സോ ഇസ് ഈക്വൽ ടു 66. സോ 3x പ്ലസ് 4 ഇൻറ്റു 12 48 ഇസ് ഈക്വൽ ടു 66. സോ 3x ഇസ് ഈക്വൽ ടു 66. 48ന് റൈറ്റ് കൊടുക്കുമ്പോൾ -48. സോ 3x ഇസ് ഈക്വൽ ടു 66 നിന്ന് 48 പോയി കഴിഞ്ഞാൽ 18. സോ എക്സ് ഇസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3, ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂം കിട്ടി. എക്സ് എന്ന് പറയുന്നത് therefore പെൻസിലിൻ്റെ പ്രൈസ് എത്രയാണ്? പെൻസിൽ ഈസ് ഈക്വൽ ടു എക്സ്, അതായത് 6 rupees. ഇനി പേനയുടെ പ്രൈസ് y, അതായത് 12 rupees.